എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം നടന്ന APO പരീക്ഷ കുറച്ച് ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങളും കുറച്ച് എളുപ്പമായ ചോദ്യങ്ങളും ആയിരുന്നു. അതിനാൽ തന്നെ കട്ട് ഓഫ് എങ്ങനെ വരുമെന്ന് നമുക്ക് പ്രവചിക്കാൻ സാധിക്കുന്നതല്ല. സാധാരണ യൂണിഫോം പരീക്ഷകളിൽ നിന്നും വ്യത്യസ്തമായി APO എപ്പോഴും കുറച്ച് എളുപ്പമാകാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യത്തെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷ ചില വിഷയങ്ങൾ കുറച്ച് ടൈറ്റ് ആക്കിക്കൊണ്ട് പരീക്ഷ കുറച്ച് ടൈറ്റായി വന്നു. അതായത് സൈക്കോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ഹിസ്റ്ററി തുടങ്ങിയ ചില ടോപ്പിക്കുകൾ വളരെ ടൈറ്റ് ആക്കിക്കൊണ്ടും എന്നാൽ ബാക്കിയുള്ള ചില ടോപ്പിക്കുകൾ വളരെ സിമ്പിൾ ആയിട്ടുമായിരുന്നു ഇപ്രാവശ്യത്തെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയിലെ ചോദ്യങ്ങൾ. ഈ പരീക്ഷയിലെ ചോദ്യങ്ങൾ നമുക്ക് ഇനി 2026 വരാൻ പോകുന്ന പരീക്ഷകളിലെ ചോദ്യങ്ങൾ എങ്ങനെ വരും എന്നുള്ള ഒരു ധാരണ കൂടി നമുക്ക് തരുന്നുണ്ട്. 5 മുതൽ 10 വരെയുള്ള ന്യൂ SCERTയിൽ നിന്നുള്ള ധാരാളം ചോദ്യങ്ങൾ ഈ പരീക്ഷയിൽ കടന്നു വന്നു. മുമ്പൊക്കെ പഴയ SCERTയിൽ നിന്നും വന്നതിന് പകരം ഈ പ്രാവശ്യം ന്യൂ SCERTയിലെ ചോദ്യങ്ങളാണ് കൂടുതലായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ചോദ്യങ്ങൾ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്കുകളിലെ വിവരാവകാശ നിയമം, മനുഷ്യാവകാശ നിയമം തുടങ്ങിയ വിഷയങ്ങളിൽ ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അതിൽ നിന്നും നേരിട്ട് തന്നെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ GK പോർഷൻസിൽ നിന്നാണ് SCERTയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നേരിട്ട് കൊടുത്തിട്ടുള്ളത്. ചില ചോദ്യങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നതായിരുന്നു. അതായത് നമ്മുടെ ഡിഗ്രി ലെവൽ പരീക്ഷയിൽ വരുന്നത്ര സ്റ്റാൻഡേർഡിലുള്ള ചോദ്യങ്ങൾ വരെ SCERTയിൽ നിന്ന് നേരിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി വരാൻ പോകുന്ന 10th ലെവൽ പ്രിലിംസ് ആയാലും ഡിഗ്രി ലെവൽ പ്രിലിംസ് ആയാലും നാം SCERT എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. അതായത് പുതിയ SCERTയിലെ ചാപ്റ്റേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റേഴ്സ് ഏതൊക്കെയെന്ന് നമുക്ക് ക്വസ്റ്റ്യനുകളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാകും. ആ ചാപ്റ്റേഴ്സും അല്ലാതെ തന്നെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചാൽ മാത്രമേ നമുക്കിനിയുള്ള പരീക്ഷകൾ ക്രാക്ക് ചെയ്യാനായി സാധിക്കുകയുള്ളൂ. അല്ലാതെ മുമ്പത്തെ പോലെ റാങ്ക് ഫയൽ മാത്രം മുഴുവൻ ഇരുന്ന് പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ മാത്രം നോക്കിപ്പോയാൽ നമുക്ക് റാങ്കിങ് മേക്കിംഗ് ക്വസ്റ്റ്യനുകൾ നഷ്ടപ്പെട്ടു പോകും. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നന്നായി നമുക്ക് SCERT കവർ ചെയ്യാനായി സാധിക്കും. ഇനിയുള്ള വീഡിയോകളിൽ നമ്മൾ SCERTയുടെ ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് SCERTയിൽ നിന്നും വന്ന ചോദ്യങ്ങൾ ഒന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നോക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് കെമിസ്ട്രിയിലെ ഒരു ചോദ്യമാണ്. N2 ഗ്യാസ് പ്ലസ് 3H2 ഗ്യാസ് ഗിവിംഗ് 2NH3 ഗ്യാസ് ഡെൽറ്റ H = -92.38 kJ/mol എന്ന സന്തുലിത രാസപ്രവർത്തനത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇതായിരുന്നു നമുക്ക് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയിലെ കെമിസ്ട്രിയിൽ നിന്നുള്ള ഒരു ചോദ്യം. ഈ ചോദ്യം നമുക്ക് വന്നിരിക്കുന്നത് 10ാം തരം കെമിസ്ട്രിയിലെ 7ാമത്തെ ചാപ്റ്ററായ വ്യാവസായിക പ്രാധാന്യമുള്ള ചില സംയുക്തങ്ങൾ എന്ന ചാപ്റ്ററിൽ നിന്നാണ്. മുമ്പൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നിരുന്നത് നേരിട്ട് ചോദ്യങ്ങളായിരുന്നു. അതായത് അമോണിയയുടെ വ്യാവസായിക നിർമ്മാണം, അതായത് ഹേബർ പ്രോസസ്, ആ ഭാഗത്തു നിന്ന് നേരിട്ട് ടെക്സ്റ്റ് ബുക്കിലെ ഈ പ്രവർത്തനം തന്നിട്ട് അതിൽ നിന്നുള്ള നേരിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്. പക്ഷേ മുമ്പൊക്കെ ആണെങ്കിൽ അമോണിയയുടെ വ്യാവസായിക നിർമ്മാണം ഏത് പ്രോസസ്സാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി ടെക്സ്റ്റ് ബുക്കിലെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പണ്ട് പഠിക്കുന്നത് പോലെ നേരിട്ടുള്ള 1 വേർഡ് ക്വസ്റ്റ്യനുകളോ അല്ലെങ്കിൽ PYQ മാത്രം പഠിച്ചാൽ ഇപ്പോൾ നമുക്ക് ഉയർന്ന റാങ്കുകളിൽ എത്താൻ സാധിക്കുകയില്ല. കാരണം റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യനുകളായി വരുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരി. ബാക്കി രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, അതായത് SCERTയിൽ നിന്നും നേരിട്ട് അവിടെ കിടക്കുന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കേരള സർക്കാർ നടപ്പിലാക്കിയ ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഈ ചോദ്യം കാണുമ്പോൾ നമുക്ക് തോന്നും
നാം പഠിക്കാറുള്ള പദ്ധതികളിൽ നിന്നുള്ള നേരിട്ടുള്ള ഒരു ചോദ്യമാണെന്ന്, അതായത് GK പോർഷനിൽ നിന്ന് വന്ന ചോദ്യമാണെന്ന്. എന്നാൽ അങ്ങനെയല്ല, ഇതും നമ്മുടെ ന്യൂ SCERTയിൽ നിന്നുള്ള ചോദ്യമാണ്. 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 5 കിടക്കുന്ന ഒരു ചോദ്യമാണ് ഇതും. ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ എന്ന പാഠത്തിലെ ചോദ്യമാണ്. അപ്പോൾ ഈ ചോദ്യത്തിലെ ഓപ്ഷൻസിലെ ഓപ്ഷൻ D ആണ് നമുക്ക് ശരിയായ ഉത്തരം. പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളെ ജനസൗഹൃദപരമാക്കുക. ഇത് നാം ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചെല്ലുമ്പോൾ കാണാറുള്ള ഒരു ബോർഡൊക്കെയാണ്. എങ്കിൽ പോലും ഇതെല്ലാം വരുന്നത് SCERTയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരുന്ന പരീക്ഷകളിലും SCERT പഠിക്കേണ്ട ആവശ്യകത ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉറപ്പുവരുത്തുകയാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കായുള്ള ചങ്ങാതി എന്ന പദ്ധതി താഴെ പറയുന്നവയിൽ ഏതു വിഭാഗത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ളതാണ്? ഇതും നേരിട്ട് കണ്ട GK ചോദ്യമാണെന്ന് തോന്നും. എന്നാൽ ഇതും നമ്മുടെ ന്യൂ SCERTയിലെ ചോദ്യമാണ്. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 1 ചോദ്യമാണ് ഇത്. പീലിയുടെ ഗ്രാമം എന്ന ചാപ്റ്ററിലെ കേരളത്തിലെ അതിഥി തൊഴിലാളികളുടെ ക്ഷേമ പദ്ധതികൾ എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. അതായത് ഇതിന്റെ ഉത്തരം വരുന്നത് കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള പ്രത്യേക സാക്ഷരതാ പദ്ധതി. കുടിയേറ്റ തൊഴിലാളികളെ എഴുത്തും വായനയും പഠിപ്പിക്കാനുള്ള ഒരു പദ്ധതിയാണ് ചങ്ങാതി എന്ന പദ്ധതി. ഇതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ചോദ്യം തന്നെയാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ശരിയായ ജോഡി കണ്ടെത്തുക. ഇത് ഇന്ത്യൻ ഭരണഘടനയിലെ ഒരു ചോദ്യമാണ്. ശരിയായ ജോഡി. ഒന്നാമത്തേത് ഭരണഘടനാ ലക്ഷ്യപ്രമേയം. നമുക്കറിയാം, അത് അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭ സ്ഥിര അധ്യക്ഷൻ. നമുക്കറിയാം, ഭരണഘടനാ സ്ഥിര അധ്യക്ഷൻ, നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. മൂന്നാമത്തേത് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അഥവാ കരട് രൂപീകരണ സമിതിയുടെ അധ്യക്ഷൻ. എന്നാൽ അത് BR അംബേദ്കർ ആണ്. എന്നാൽ ഇതിൽ എഴുതിയിരിക്കുന്നത് സർദാർ പട്ടേൽ. അതായത് മൂന്നാമത്തെ ജോഡി തെറ്റാണ്. അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ശരിയായ ഉത്തരമാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ B ആണ്. 1, 2, 4 ജോഡികൾ ശരിയാണ്. മൂന്നാമത്തത് മാത്രം തെറ്റ്. ഈ ചോദ്യവും നമ്മൾ ഭരണഘടന എന്ന ഭാഗത്തു നിന്ന് സ്ഥിരമായി പഠിച്ച സിമ്പിളായിട്ടുള്ള ചോദ്യമാണെങ്കിൽ പോലും ഇത് നമ്മുടെ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റിലെ 3ാമത്തെ ചാപ്റ്ററായ ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടേബിളിൽ ആയുള്ള ചോദ്യമാണ് ഇതും. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു ടേബിളായി തന്ന ഒരു ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പട്ടികയിലാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ശരിയായി ക്രമപ്പെടുത്തിയത്? ഈ ചോദ്യവും 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാരവിന്യാസം എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ 2 ചോദ്യങ്ങളും ഭരണഘടനയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അതെല്ലാം തന്നെ ന്യൂ SCERTയിൽ വിശദമായി കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളാണ്. ശരിയായി ക്രമപ്പെടുത്തിയത് ഏതാണെന്നാണ് ചോദ്യം. ഇതിലെ ഓപ്ഷൻ B ആണ് ശരിയായി ക്രമപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിരോധം, ആണവോർജം, തുറമുഖങ്ങൾ, വിദേശകാര്യം ഇതെല്ലാമാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. അങ്ങനെ വളരെ വിശദമായി SCERTയിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ പരീക്ഷയിൽ ചോദ്യങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ SCERT എന്നുള്ളത് ഒരു അവിഭാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങൾ കിട്ടിയാൽ പോലും റാങ്കിംഗ് മേക്കിംഗ് ക്വസ്റ്റ്യനുകളായി വരുന്നത് ഇനി മുതൽ ഈ SCERTയിലെ ചോദ്യങ്ങളായി. ബാക്കിയുള്ള ചോദ്യങ്ങൾ നമ്മൾ PYQ അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളും റാങ്ക് ഫയലുകളെല്ലാം നോക്കി പഠിച്ചാലും ഈ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യനുകളായി ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ വരുന്നത് ഉറപ്പായും നമ്മുടെ SCERTയിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും. ഇന്നലെ നടന്നത് പുരുഷന്മാർക്കുള്ള അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ പരീക്ഷയാണെങ്കിലും കട്ട് ഓഫ് കുറച്ച് ഉയരും. കാരണം ഒഴിവുകൾ കുറവായതുകൊണ്ട് കട്ട് ഓഫ് ഉയരാനായി ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 55-65 മാർക്ക് കട്ട് ഓഫ് വരാൻ സാധ്യതയുണ്ട്. SCERT ഒക്കെ പഠിച്ച് ഇരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമുക്ക് ഉറപ്പായും നല്ല റാങ്കിൽ എത്തപ്പെടാനായി സാധിക്കും. ഇനിയുള്ള പരീക്ഷകളിലും നമുക്ക് അങ്ങനെ പഠിച്ച് ഈ രീതിയിൽ പഠിച്ച് നല്ല റാങ്കിലെത്താൻ എല്ലാവരും ശ്രദ്ധിക്കണം.
നാം അടുത്ത വീഡിയോകളിൽ ഉടൻ തന്നെ SCERTയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള പരീക്ഷകളിൽ നന്നായി പഠിക്കാനായി ശ്രമിക്കുക. താങ്ക് യു.